ഇപ്പോൾ CR നീലകണ്ഠനും നമുക്കൊപ്പം ചേരുകയാണ്. CR നീലകണ്ഠൻ, സമീപ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മാതാപിതാക്കൾക്കെതിരെ ഇത്തരത്തിലൊരു കേസ് എടുക്കുന്നത്. അത് CBI സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിപട്ടികയിൽ വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പൂർണ്ണമായി കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല. ഏതായാലും മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വളരെ വിചിത്രമായ ഒരു കുറ്റപത്രമാണ്. അച്ഛനും അമ്മയും കുട്ടിയെ പീഡനത്തിന് പ്രേരിപ്പിച്ചു, ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു, കുട്ടികളെ ഒരാളെയല്ല എന്നുള്ള വിചിത്രമായ കുറ്റപത്രം. CBIക്ക് വേറെ ഒന്നും കിട്ടിയില്ല. കാരണം അതുകൊണ്ടാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതല്ല, പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള നിരവധി തെളിവുകളുണ്ട്. ആ വഴിക്ക് അവർ അന്വേഷിച്ചിട്ടേ ഇല്ല. ഇതിൽ കൊലപാതകത്തിന്റെ ഒരു ആംഗിൾ ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചിട്ടേ ഇല്ല. അത് അന്വേഷിക്കാത്തിടത്തോളം ഈ കേസിൽ ഒരിക്കലും സത്യത്തിലെത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സത്യം അറിയണമെങ്കിൽ കൊലപാതകി ആരാണെന്ന് അറിയണം, അതിനുള്ള കാരണങ്ങൾ അറിയണം. മാത്രമല്ല, ഈ കേസിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് അമ്മ വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ്. അത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആ താല്പര്യങ്ങളുള്ള വേറൊരാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെക്കുക, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്. ഒരിക്കലും അമ്മ അല്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെടുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കുന്നില്ല. TP കേസിൽ പോലും ഉണ്ടായ സംഗതിയാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുത്തു, മധു കേസിൽ കൊടുത്തു. ഈ കേസിൽ മാത്രം അങ്ങനെ കൊടുക്കാതിരുന്നതിന് പിന്നിൽ എന്തോ താല്പര്യങ്ങളുണ്ട്. ഇത്തരം ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അങ്ങനെ ഒരു പ്രോസിക്യൂട്ടർ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താ കാരണം. ആദ്യഘട്ടത്തിൽ ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ച ഒരു കേസ്, ആ കേസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പറയും, പിന്നീട് അതിനെ ക്രൈംബ്രാഞ്ചിനും കൈമാറി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പറയുന്നു, പിന്നീട് CBI വരുന്നു. CBI വരുമ്പോഴും ഇതേ ഒരു നിഗമനത്തിൽ തന്നെ, അതായത് ഈ ഒരു കേസിന്റെ, ലോക്കൽ പോലീസ് നൽകിയ കേസിന്റെ അതേ ഡയറിയുടെ സമഗ്രമായി തന്നെയാണ് പിന്നീട് CBI മാറിയത്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തെ മുൾമുന്നിൽ നിർത്തിയിട്ടുള്ള ആരോപണങ്ങളും പല ഘട്ടങ്ങളിൽ വന്നിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ അന്വേഷണ സംഘത്തെ മുൾമുനയിൽ നിർത്തുന്നതല്ല, ഇതില് കൊലപാതകം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കൊലപാതകമില്ല എന്ന് കണ്ടെത്തുന്നതോടുകൂടി ഈ കേസിന്റെ മെറിറ്റ് മുഴുവൻ പോകും. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കറിയാം, ഈ കേസ് പൂർണ്ണമായും എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതാണ് പോക്സോ കോടതി. അതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBIയുടെ തന്നെ ആദ്യത്തെ കുറ്റപത്രം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കോടതി, പോക്സോ കോടതി. ഇപ്പൊ അവർ കോടതി മാറ്റി കൊച്ചിൻ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കും, കൊച്ചിയിലെ CBI കോടതിയിൽ കൊണ്ടുവന്നിരിക്കുക. പോക്സോ കോടതി തള്ളിയ കുറ്റപത്രമാണെന്ന് ആലോചിക്കും. ഒരു കോടതി മാറ്റി അതേ കുറ്റപത്രം തന്നെ വേണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി ചേർത്ത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയിൽ ആരാണ് കുറ്റക്കാരെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കുറ്റപത്രത്തിൽ ആത്മഹത്യ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതല്ല എന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഏതാണ്ട് അറിയാം. അപ്പോ എന്തോ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. CBI തൽക്കാലം എങ്ങനെയുള്ള കുറ്റപത്രം കൊടുക്കുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിൽ. വളരെ നന്ദിയുണ്ട് CR ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്.